കോൺഗ്രസിലെ മുൻനിര നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. എന്നാൽ സമീപ ദിവസങ്ങളിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്നും പാർട്ടിയിൽ നെഹ്റു കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന ലേഖനത്തിലാണ് തരൂർ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. കൂടാതെ മറ്റു പല വിമർശനങ്ങളും പാർട്ടിക്കെതിരെ നടത്തിയിട്ടുണ്ട്. പിന്നാലെ LK അദ്വാനിയുടെ പിറന്നാൾ ദിവസം അദ്വാനിയെ പുകഴ്ത്തിക്കൊണ്ടും ശശി തരൂർ ലേഖനം എഴുതിയിരുന്നു. ഇത്തരത്തിൽ പാർട്ടി നയങ്ങൾക്കെതിരെ അഭിപ്രായങ്ങളും പരാമർശങ്ങളും നടത്തുന്നതിനാൽ കോൺഗ്രസിൽ പൊതുവെ ശശി തരൂരിനെതിരെ ഒരു ഭിന്നാഭിപ്രായമാണുള്ളത്. കൂടാതെ പാർട്ടിയുടെ എതിരാളികളെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന ശശി തരൂരിനെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ കോൺഗ്രസിൽ അനൌദ്യോഗിക ധാരണയിലെത്തി. ഒപ്പം വിഷയത്തിൽ മറ്റു പല നേതാക്കളും ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തലമറന്ന് എണ്ണ തേക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. പിന്നാലെ ഈ കോലാഹലങ്ങൾക്കിടയിലും വീണ്ടും കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ശശി തരൂർ. BJPയെ വിമർശിച്ച് സമീപ വർഷങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്നാണ് ശശി തരൂരിന്റെ നിലവിലെ നിലപാട്. റാഡിക്കൽ സെൻട്രിസം, ഇന്ത്യയെക്കുറിച്ചുള്ള എന്റെ ദർശനം എന്ന വിഷയത്തിൽ സംസാരിക്കുന്ന വേളയിൽ BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസും ഇടതു പാർട്ടികളും ഒന്നിക്കുന്നത് റാഡിക്കൽ സെൻട്രിസത്തിന്റെ പ്രായോഗിക രൂപമാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് തരൂരിന്റെ പ്രസ്താവന. പാർട്ടിയുടെ നിരവധി താക്കീതുകളെല്ലാം മറികടന്നാണ് തരൂർ മറ്റു പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതും കോൺഗ്രസിനെ പഴിചാരുകയും ചെയ്യുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സാഹചര്യത്തിൽ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ശക്തമായ താക്കീത് നൽകിയിരുന്നു. പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞതിനാണ് താക്കീത് നൽകിയത്. ഇങ്ങനെ ഒരുപാട് തവണ തരൂരിന്റെ അഭിപ്രായങ്ങളും പരാമർശങ്ങളും പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എങ്കിലും തരൂർ മിക്കപ്പോഴും പരിധി വിട്ടു പോകാറുണ്ട്. അത് പാർട്ടിയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ തരൂർ അടുത്ത കാലത്തായി ചെയ്യുന്നതിൽ അധികവും തെറ്റാണെന്നും പക്ഷേ നടപടിയെടുക്കേണ്ടത് നേതൃത്വമാണെന്നും K മുരളീധരൻ തുറന്നു പറഞ്ഞിരുന്നു. ഇത് മുരളീധരന്റെ മാത്രം അഭിപ്രായമല്ല, ഒട്ടുമിക്ക എല്ലാ നേതാക്കളുടെയും പൊതുവായ ആവശ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ശശി തരൂർ ഇത്തരത്തിൽ പാർട്ടിയെ വിമർശിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. BJPയിൽ ചേരാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ.